CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് BJP ഒരു കാലത്തും പറഞ്ഞിട്ടില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. തകർന്ന് തരിപ്പണമായ തൃശൂർ കുന്നംകുളം റോഡ് പുനർനിർമ്മിക്കുക, സംസ്ഥാന സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളത്ത് വീണ്ടും വൻ ലഹരിവേട്ട. ചൊവ്വന്നൂരിൽ 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMAയുമായി ഗുരുവായൂർ സ്വദേശികൾ പിടിയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 7ാം സ്ഥാനത്തെത്തിയ കേരള വിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു. നവകേരള പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ പ്രതിമാസ നിരക്ക് മാസം തോറും 199 രൂപ മാത്രം. വയനാട് ദുരന്തത്തിന് ഒരു കൈത്താങ്ങായി കേരള ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നിരാലംബരായ വയനാട് ജനതയ്ക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കാനാണ് കേരള ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ അംഗങ്ങൾ വഴി സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു. ഹിരോഷിമ നാഗസാക്കി ദിനാചരണങ്ങളുടെ ഭാഗമായി നൃത്താവിഷ്കാരമൊരുക്കി മറ്റം സെന്റ് മേരീസ് കോൺവെന്റിലെ കുരുന്നുകൾ. കേരള വിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2024 പോസ്റ്റർ പുറത്തിറക്കി. തൃപ്രയാറിൽ നടന്ന തൃശൂർ ജില്ലാ അമേച്ചർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ M. റിനീസയ്ക്ക് ട്രിപ്പിൾ സ്വർണം. അണ്ടർ-20, അണ്ടർ-23 സീനിയർ 59 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വ്യുമൺ വിഭാഗം എന്നിവയിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിന്റെ ഗംഭീര സ്വരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ. 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ആചരിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഇല്ലനിറ, തൃപ്പുത്തരി, ഗജപൂജ, ആനയൂട്ട് എന്നീ ചടങ്ങുകൾ വിപുലമായ രീതിയിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ ചവിട്ടൽ പരിശീലനമൊരുക്കി. ബ്ലാങ്ങാട് ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. കണ്ടാണശ്ശേരി MSM UP സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കുന്നംകുളം തൃശൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ ആശുപത്രിയിലും തുടരുന്ന അനിശ്ചിതകാല നിരാഹാരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകദിന നിരാഹാരം സംഘടിപ്പിച്ചു. ക്യാമറാമാൻ PV അയ്യപ്പനെ അനുസ്മരിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ അമൃത TV ന്യൂസിന്റെ തൃശൂർ ബ്യൂറോ ക്യാമറാമാൻ PV അയ്യപ്പനെ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. ആഗസ്റ്റ് 9 ദേശീയ വ്യാപാര ദിനത്തിന്റെ ഭാഗമായി പുന്നീർകുളം ആൽത്തറ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. ഡിജി കേരളം വേലൂർ ഗ്രാമപഞ്ചായത്ത് വാളണ്ടിയർ പരിശീലനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ സമ്പാദ്യക്കുടുക്കുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ മാതൃകയായി. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇല്ലനിറ, പുത്തിരി, ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടന്നു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ജിയ അന്ന ജിനേഷ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. 15 വയസ്സിന് താഴെയുള്ളവരുടെ 54 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ചാവക്കാട് മണത്തല അയിനിപ്പുള്ളി ശ്രീ സുബ്രഹ്മണ്യ ശാസ്താ മംഗല ക്ഷേത്രത്തിലെ ഇല്ലനിറ ഭക്തിസാന്ദ്രമായി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ തോട്ടുപാലം കാഞ്ഞിരക്കോട് പ്രദേശത്ത് വാഹനാപകട മരണങ്ങൾ പതിവാകുന്നു. 2 വർഷത്തിനുള്ളിലുണ്ടായ അപകടങ്ങളിൽ 4 പേർ മരിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ഏരിയയുടെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സഹകരണത്തോടെ ആഗസ്റ്റ് 11 ഞായറാഴ്ച രാവിലെ 10:30 മുതൽ 1 മണി വരെ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക പാരിഷ് ഹാൾ സെഹിയോൻ ശാലയിൽ സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു.
പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ പുതിയ അധ്യയന വർഷത്തെ സ്റ്റുഡന്റ് കൌൺസിൽ അംഗങ്ങളുടെ സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞയും നടന്നു. പുന്നൂർകുളം ആൽത്തറ കിട്ടപ്പടിക്ക് തെക്കുഭാഗം വീടിനോട് ചേർന്ന ഷെഡിൽ 55കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ പൊറ്റേൽ വാസു മകൻ സുനിൽകുമാറാണ് മരിച്ചത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.